വെള്ളം കുടിക്കുന്നത് താരതമ്യേന കുറയുക, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ രീതി, രക്തത്തിൽ പഞ്ചസാര, യൂറിക് ആസിഡ് ഇവയുടെ അളവ് കൂടുക, ചിലതരം മരുന്നുകൾ, വ്യായാമക്കുറവ് ഇവയെല്ലാം മൂത്രത്തിൽ കല്ലിന് കാരണമാകുന്നുണ്ട്. പുറംവേദനയിൽ തുടങ്ങി അടിവയറിലേക്ക് വ്യാപിക്കുന്ന വേദന, ഛർദിൽ, ശക്തമായ അടിവയർ തരിപ്പ്, മൂത്രമൊഴിക്കുമ്പോൾ ശക്തമായ വേദന, പഴുപ്പും രക്തവും കലർന്നു പോവുക ഇവയെല്ലാം സാധാരണ മൂത്രത്തിൽ കല്ലിന്റെ കാരണങ്ങളാണ്. ഓപ്പറേഷൻ മുഖേനയോ മരുന്നുകൾ കഴിച്ചോ കല്ല് അരിയിച്ചു കളയാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ എല്ലാ വൈദ്യശാസ്ത്രത്തിലും ലഭ്യമാണ്. എന്നാൽ ഇവിടെ എത്നിക് ഹെൽത്ത് കോഡ് 1-2 ദിവസം കൊണ്ട് മൂത്രത്തിൽ കല്ല് ശരീരത്തിൽ നിന്നും പുറന്തള്ളാവുന്ന ഒരൊറ്റമൂലിയാണ് അവതരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിൽ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഈ ഒറ്റമൂലി ഫലപ്രദവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുകൊണ്ടുമാണ് എത്നിക് ഹെൽത്ത് കോഡ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1/2 കിലോ ബീൻസ് വാങ്ങുക. അതെ, കറികൾക്ക് ഉപയോഗിക്കുന്ന സാധാരണ ബീൻസ്. 1/2 കിലോ ബീൻസ് പൊളിച്ച് അതിന്റെ ബീൻസ് വേർതിരിച്ച് ചെറുതായി നുറുക്കുക. ഇതിനെ 2 ലിറ്റർ വെള്ളത്തിൽ ഗ്യാസിൽ വെച്ച് ചെറുതീയിൽ 2 മണിക്കൂർ വേവിക്കുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായി അരയ്ക്കുക. ഈ മിശ്രിതം തണുത്ത ഉടനെ രാവിലെ വെറും വയറ്റിൽ തന്നെ മുഴുവൻ കുടിക്കുക. ചിലർക്ക് ഇത് മുഴുവൻ കുടിക്കാൻ സാധിക്കുകയില്ല. സാരമില്ല, പകുതിക്ക് മുകളിൽ എന്തായാലും കുടിക്കുക. അതിനുശേഷമുള്ള 2 മണിക്കൂർ സമയം ഭക്ഷണമൊന്നും കഴിക്കരുത്. പകരം 3 ലിറ്റർ വെള്ളം 2 മണിക്കൂർ കൊണ്ട് അല്പാൽപമായി കുടിച്ചു തീർക്കുക. ആസിഡ് മിശ്രിതങ്ങളായ ചായയോ കാപ്പിയോ ഈ സമയം കുടിക്കരുത്. കാരണം ആസിഡ് മിശ്രിതങ്ങൾ മൂത്രത്തിൽ കല്ല് അലിയുന്നതിനെ തടയും. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിശന്നാൽ കഞ്ഞിയോ മറ്റു ലഘുഭക്ഷണങ്ങളോ കഴിക്കാം. വൈകുന്നേരത്തിനുള്ളിൽ മൂത്രത്തിൽ കൂടി കല്ല് തരിതരിയായി അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചിലരിൽ കല്ല് താഴേക്ക് വരുമ്പോൾ ചെറിയ വേദന ഉണ്ടായി എന്ന് വരാം. സാരമില്ല, വേദന സ്വയം മാറിക്കൊള്ളും. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എക്സ്റേയോ അൾട്രാസൗണ്ട് സ്കാനോ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കല്ല് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഈ ഒറ്റമൂലി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ethnichealthcode.com.